ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കി കുറച്ച് ഓറഞ്ച് ഉണ്ടാവും, ഓറഞ്ച് നാരങ്ങ. ഇത് ചൈനീസ് ഓറഞ്ച് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്കിത് കൊണ്ട് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് അരിഞ്ഞതിൻ്റെ നീരെടുത്ത് വയ്ക്കാനാണ് എനിക്ക്. അപ്പോൾ ഇത് നമുക്ക് നല്ല പുളിയുമാണ്, പക്ഷേ ആവശ്യത്തിന് പഞ്ചസാര ഇടാൻ നല്ല മധുരവുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. കളറുണ്ട്, നല്ല ഓറഞ്ച് കളറാണ് ഇതിൻ്റെ കളറ്. അപ്പം നമുക്ക് ഇത് കുറച്ച് നീരെടുത്ത് വയ്ക്കാം. അതിൻ്റെ ചാറ് അരിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ചാറെടുത്ത് കുറച്ചെടുത്ത് വയ്ക്കാം. ഇപ്പം അത് അരിഞ്ഞത് കുറച്ചെടുത്ത് അരിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നല്ല നീരുണ്ട് ഇതിന്, നല്ല സ്ക്വാഷായിട്ട് എടുക്കാനും എല്ലാത്തിനും നല്ലതാണ് ഇട്ടത്. നല്ലോണം ഇങ്ങനെ അമർത്തിയാൽ നല്ല നീരാണ് ഇതിന്. ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. മറിച്ചും തിരിച്ചും വെച്ച് നമുക്കിത് ശരിയാക്കിയാൽ അതിൻ്റെ ചാറ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചാറ് ഇത് ഇവിടെ മാറ്റി വയ്ക്കാം. അടുത്തത് എടുത്ത് കൊടുക്കാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് അരിഞ്ഞെടുത്തോട്ടെ കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, വട്ടം അരിഞ്ഞിട്ട് അതിന് നീരെടുക്കാൻ വേണ്ടിയാണ് എനിക്ക്. പക്ഷെ ഇത് കൈ കൊണ്ട് പിഴിഞ്ഞാൽ നല്ലോണം കിട്ടണേന്ന് തോന്നണം. ഇത് വെറുതെയാണ്. ഇത് ഇങ്ങനെ പിഴിഞ്ഞാൽ ചാറ് കിട്ടൂല. നമുക്ക് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. കുറച്ച് അവിടെ കിടക്കുന്നു. കൈ കൊണ്ടാകുമ്പോൾ നല്ലോണം നീര് കിട്ടും നമുക്ക്. ഇത് ജ്യൂസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആവശ്യത്തിന് കുടിക്കാം. ഇപ്പോൾ മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ നമ്മൾ ഈ ലൈം ജ്യൂസ് കുടിക്കുക. അതിന് പകരമായിട്ട് ഇത് കുടിച്ചാൽ മതി, നല്ലതാണ്. അതിനേക്കാൾ ഉത്തമമാണ് ഈ ജ്യൂസ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. ഓറഞ്ചിൻ്റെ ഒരു കളറും കിട്ടും നമുക്ക്. നമുക്കിതെല്ലാം കുറച്ച് പിഴിഞ്ഞ് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചാൽ കുറേശ്ശെ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കണ പോലെ കുറേശ്ശെ കൂട്ടി കുടിക്കാവുന്നതാണിത്. ഇതിൻ്റെ തൊണ്ടൊക്കെ ഇവിടെ പാത്രം തേക്കുന്ന സ്ഥലത്തൊക്കെ തേച്ചാൽ ഇതിന് നല്ല മണവും കിട്ടും. ഇവിടെ പാത്രമൊക്കെ തേക്കാതെ വെച്ചിട്ട് നല്ല മണമായിരിക്കും, ഉളുമ്പ് മണമൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ. ജ്യൂസ് ഉണ്ടാക്കാം നമുക്ക്. കൈയൊന്ന് കഴിക്കട്ടെ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം അതിനകത്ത്. ഞാൻ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് വയ്ക്കുന്നതാണ്, ഇപ്പം പൊടിച്ചതില്ല. അതുകൊണ്ട് ഞാൻ പഞ്ചസാര തരിയാണ് ഇടാൻ പോകുന്നത്. പൊടിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം കഴിയും. നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇളകിയിട്ടുണ്ട് കേട്ടോ, അലിന്ന് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ ഉപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതിന് വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്ക് കുരു പോകാൻ വേണ്ടിയിട്ട്
ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരിച്ചൊഴിക്കാം. തിരിച്ചതിലേക്ക് തന്നെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കിക്കോടാ. അതിൻ്റെ കൂടെ കുറച്ച് എന്താ ചേർക്കുക അതിനകത്ത്, പിന്നെ തുളസിയുടെ അരി ഉണ്ടല്ലോ, അത് കുതിർത്തിയതാണത്, അത് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇടാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപാര ടേസ്റ്റാണിത്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കാം. മധുരമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ആ മല്ലിയിലയും പുതിനയിലയും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ചെല്ലുമ്പോഴേക്കും എന്താ ഒരു രുചിയെന്ന് പറയാം ഈ വെള്ളം. ഇത് കുറച്ചും കൂടി ഇടാൻ കേട്ടോ. ഇത് കുഴപ്പമില്ല, തുളസിയുടെ അരിയാണിത്. അപ്പം നമുക്കിത് കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. ഇതിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ കുപ്പിയിൽ ഒഴിക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ്. ജ്യൂസ് ചൈനീസ് ഓറഞ്ചിൻ്റെ ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇത്രയും മതി. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇളകി വരുമ്പോൾ നല്ല രുചിയായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ചൈനീസ് ഓറഞ്ച് അതിൻ്റെ ഒരു ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇതെല്ലാവരും ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുടിക്കാമല്ലോ. മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും ഒക്കെ ഈ ജ്യൂസ് എല്ലാവരും കുടിക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനെടുത്ത് കുടിക്കുക. കുറച്ച് ഉണ്ടാക്കി വെച്ചാലും നല്ലതാണ്. ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കാമല്ലോ. ദാഹിച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചാലും നമുക്ക് നല്ലതല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കൂടാതെ എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ഒന്നുമില്ല. എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണം എല്ലാവരും കൂടി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ ആരും സഹായിക്കാനൊന്നും ഇല്ലാത്തതാണ്. എൻ്റെ ഭർത്താവും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സഹായിക്കണം. ഞാനൊരു ചെറിയ കൂലിപ്പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മരുന്നും കാര്യങ്ങളും ഒന്നും നടക്കണില്ല. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യണേ.